ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ലെസ് പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രൈൻഡ് പണിയിലായിരുന്നു. മൈനിങ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടേ കാണിച്ചത്. മൈനിങ് ഏരിയ ഇതാ അവിടെയാണ്. എനിക്കൊരു നല്ല വീട് വേണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പണിയിലായിരുന്നു ഞാൻ. എൻ്റെ വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബഡാണ്. കുറച്ച് സാധനങ്ങൾ സ്റ്റോണൊക്കെ പ്രത്യേകിച്ചുണ്ട്. ആ മൈനിങ്ങിന് പോയപ്പോൾ കിട്ടിയതാ. പിന്നെ മൈനിങ് ഏരിയ കാണിച്ചില്ല. അതിൽ ഇറങ്ങാൻ നിൽക്കില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റെക്കോർഡിങ് നമുക്ക് അത്ര ഇതില്ലാന്ന്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി. ഞാൻ വോളിയൊക്കെ കൂട്ടിച്ച് എൻ്റെ ശബ്ദം കേൾക്കണില്ല. അങ്ങനെ ഇതാണ് മൈനിങ് ഏരിയ. ഡീപ് സൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ മൈൻ ചെയ്തപ്പോൾ വൈ ലെവൽ 17 ഞാൻ മൈൻ ചെയ്ത്. അപ്പം എനിക്ക് കുറച്ച് അയണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട. അപ്പോൾ അത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ വീടുണ്ടാക്കണ പണി തുടങ്ങാം. ഇന്ന് തന്നെ ഉണ്ടാക്കി കഴിയുമെന്നൊന്നും അറിയില്ല. ഇന്നത്തെ വീഡിയോയുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് വേണം ഉണ്ടാക്കണം. പിന്നെ ഫുൾ സെറ്റ് അയണ് അത് ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലോറിനൊക്കെ പോയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഔട്ട് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഓ, ഫുഡും ഇല്ലല്ലോ. എന്നാൽ നമ്മൾക്ക് റൈഡ് ചെയ്യുന്നതിന് മുന്നേ, ഔട്ട് പോസ്റ്റ് റൈഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഫുഡ് ഫാം ഉണ്ടാക്കാം. അതാണ് നല്ലത്. ഫുഡ് ഫാം ഉണ്ടാക്കാൻ 2 വീറ്റേ ഉള്ളൂ. ഇപ്പം എന്താ ചെയ്യുക? ഇതായണമെന്ന് സ്മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കാം ആദ്യം. ബാക്കി ഇരിക്കട്ടെ, ആവശ്യം വരും. നമുക്ക് ആദ്യം വെള്ളം പോയി എടുക്കണതിൻ്റെ മുന്നേ ഒരു ഹോൾ ഉണ്ടാക്കണം. മരമൊക്കെ തീർന്നുണ്ട്. ഞാൻ കുറേ പിക്കാക്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് കുറേ തീർന്നു സ്റ്റോണിൻ്റെ. എന്തുവാ ഇത്? ഞാൻ എന്തിനാണ് ഉണ്ടാക്കിയത്? ഓ, ഹോൾ എനിക്ക് വേണ്ടിയത്, പിക്കാക്സ് അല്ല. എന്താ അല്ലേ, എനിക്ക് നല്ല മറവിണ്ട്. ഡോക്ടർ കാണിക്കാൻ സമയമായി. ഓ, എൻ്റെ ഹങ്കറും കഴിഞ്ഞ്. ഞാനിത് തന്നെ ഫാം ഉണ്ടാക്കാനുള്ള ഇതൊക്കെ സ്ഥലം റെഡിയാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് നല്ലത്. ഇല്ലാന്ന് നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫാമിങ് ഐലൻഡ് റെഡി ആയിട്ടുണ്ട്. ഇത്ര വലിയ ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഫാമിങ് ഐലൻഡ് പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ 2 സീഡേ ഉള്ളൂ. അതൊക്കെ വളർന്ന് ഇനി വലുതാവണം. ഇവിടെ നിൽക്കുന്ന ഒരു 2 പന്നീനോ 2-3 കോഴിനെ കൊന്നിട്ട് അതിനെ ചൂടാക്കി തിന്നുന്നുണ്ട്. അതാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ പണി നോക്കാം. വീടിന് ആവശ്യമുള്ളത് റിസോഴ്സസാണ്. അത് ഇനി നല്ല പണിയാണ്, ഗ്രൈൻഡ് പണിയാണ്. അതിൽ ഏറ്റവും പണിയുള്ള പണി ചെയ്ത് കഴിഞ്ഞ് ആ സ്റ്റോൺ ഒപ്പിക്കാൻ, അതാണ് ഏറ്റവും പണിയുള്ളത്. കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യണം, എന്നിട്ട് അതിന് ഫർണസ് വെച്ചിട്ട് ഉരുക്കണം. അങ്ങനെയുണ്ട്. ഇതിന് ബ്രിക്കാക്കണം, അത് നമുക്ക് ലാസ്റ്റ് ആക്കാം, അത് കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഒരു 10 സ്റ്റാക്ക് സ്പ്രൂസും 10 സ്റ്റാക്ക് ബ്രിഡ്ജും ഒരു 10 സ്റ്റാക്ക് റോക്കുകൾ എടുത്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യട്ടോ. നല്ല ബോറിങ്ങുള്ള പണിയാണ്. അപ്പോൾ ശരി, ഒന്ന് റിസോഴ്സ് ഗാദറിങ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് കഴിഞ്ഞ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വുഡൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യം വരില്ല. എന്നാലും കയ്യിലിരിക്കട്ടെ, വുഡല്ലേ, ഇപ്പോൾ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ഇനി വീടുണ്ടാക്കണ പണി തുടങ്ങാം. ബ്രിക്ക് ഇത്ര തേയോന്ന് അറിയില്ല കേട്ടോ. ആദ്യം നമുക്ക് നോക്കണം. ആദ്യം ഇവിടുത്തെ ഇതൊക്കെ മാറ്റട്ടെ. എൻ്റെ ആക്സ് മുട്ടറിയാം, എത്ര ആക്സ് എടുത്തെന്ന് അറിയോ?
നമുക്ക് ഉണ്ടാക്കുന്ന വേണ്ടിയാണ്. കുറേ സാപ്ലിങ് കിട്ടി, അതൊക്കെ എഴുതിക്കട്ടെ. സീഡ് ആവശ്യമുണ്ട് നമുക്ക്. അത് പോയിട്ട് വേഗം അവിടെ നട്ട് വെക്കുക. അത് ഇതുവരെ മറ്റേ വളർന്നിട്ട് പോലില്ല. ഇതിവിടെ ഉണ്ട് തരില്ല എനിക്ക്. ഇനിയുണ്ട ഇത് പാവം കോഴി. കുറച്ച് ചൂടാക്കി ഇതുപോലെ വെറുതെ വഴിയെ പോയ ഒരു ആടിനെ കോഴിയാണ് ഞാൻ തല്ലിക്കുന്നത്. അയാളെന്താ അപ്പോൾ ഈ ചിക്കനോടെ എന്തത് ചൂടായിരിക്കട്ടെ. നമുക്ക് അയൻ്റെ ഫുൾ സെറ്റ് ആർമറാണ് ഉണ്ടാക്കിയേക്കാം. ആദ്യം ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, പാൻറ്, ബൂട്ട്. എന്തുവാണിത്? എത്ര ഉണ്ട് ബാക്കി? നമുക്കൊരു പിക്കാക്സും വേണം. അയ്യോ രാത്രി ഇവിടുന്ന് ഉറങ്ങും. ഒരു ഷീൽഡിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. ഇതിൽ വുഡില്ലല്ലോ. വുഡില്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല. പിന്നെ നോക്ക് ഞാനിപ്പോൾ ഞാൻ അടിക്കൊന്ന് പേടിച്ചിരിക്കുന്നു. അടുത്തെത്തുമ്പോൾ പുകയായി പോയി. സെക്കൻഡ് ഓരോരോ മാജിക്ക്. ഇപ്പം എന്തെടുക്കാനാ വന്നത്? ആദ്യം ആർമറൊക്കെ ഇടാം. അറ്റാക്ക് കിട്ടാന്ന് അറിയാനില്ല. കേറാൻ നല്ല പണിയാണ്. സ്റ്റെപ്പ് വെക്കണ, ഈ സ്ലാബ് വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് എടുക്കാല്ലേ. എന്തൊരു മാജിക് ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, വെറുതെ പറഞ്ഞതാ. എൻ്റെ ശബ്ദത്തിൽ കുറവാകും ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. ആ കാര്യമൊക്കെ ഒന്നും വേണ്ട. കഴിഞ്ഞ വീഡിയോയിലുള്ള വോളിയൊക്കെ കൂട്ടിയിട്ട് ഒന്നും കേൾക്കാൻ വയ്യ. പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല. കഴിഞ്ഞ വീഡിയോ ചെറുതല്ല, അത്യാവശ്യം വലിയ വലിയ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്തിനാ വുഡ് എടുത്തിട്ട് വന്നത്? ഷീൽഡിനൊക്കെ ഷീൽഡ് ഒരു സോഡ്. ഇനി 6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഒരു ആക്സ്, ഷവല് ആവശ്യം വരും നമുക്ക്. ഷവൽ നല്ല ആവശ്യം വരും. അതുകൊണ്ടൊരു 2 ഷവല് വേണം. വേണ്ട, ഷവല് മതി. അല്ല, ഉണ്ടാക്കാറുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കായിരുന്നു. ഉണ്ടാക്കാൻ 2 എണ്ണം വേണമല്ലേ. ഷവല് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, നമ്മളെ വീടിൻ്റെ അടിയിൽ മണ്ണ് വരാൻ നല്ല ആവശ്യം വരും. ഇനിയിപ്പം എന്തിനാ നമുക്ക് ഈ ടൂൾസ് പാടാടിനെ ആവശ്യമില്ല എനിക്ക്. ആലോചിക്കട്ടെ. പൊതിച്ചെസ്റ്റ് ഉണ്ടാക്കണം. ഞാനൊരു പൊതിച്ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. എന്ത്
ഇത് ഇവിടെ ഒന്ന് ഇത് കയറി എന്തുവാടെ ഇത് കണ്ടുവാ അമ്മൻ്റെ എന്തൊരു കഷ്ടമാണ്. ഞാൻ ഇപ്പം എന്തിനും ഒന്ന് വന്ന് ശീലിതാണ്. അപ്പം നമ്മൾ ഫുൾ സെറ്റ് അയൺ ആർമർ ഉണ്ട്, ടൂൾസ് ഉണ്ട്. ഒരു അവിടെ ഞാനൊരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതവിടെ പോയി? അതാണ്ട് വെച്ചിരിക്കുന്നു. എപ്പോഴെങ്ങനെ ഓർഡറിൽ തന്നെ ഇരിക്കണം. ഇനി നമുക്ക് നമ്മളെ വീടുണ്ടാക്കാം. സമയം അധികമില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോ നിർത്തണം. ആദ്യം നമുക്ക് വീടിൻ്റെ തറ ഇട്ട് തുടങ്ങാം. രണ്ട് സ്റ്റാക്ക് ഇട്ടിട്ട് തറ ഇടാം. 2 സ്റ്റാക്കൊക്കെ മതിയാന്ന് തോന്നുന്നു. നോക്ക് എടാ, ഇപ്പൊ കൊല്ലണ്ടിരുന്നില്ല, വലുതായിട്ട് കൊല്ലണേ നമുക്ക് ചിക്കൻ തിന്നായിരുന്നു, മട്ടൻ തിന്നായിരുന്നു. മട്ടനൊക്കെ എന്താ വിലാന്നറിയാം എനിക്ക്. ഒരു കഴുത നായ. എവിടുന്ന് പോക്ക്? അപ്പം ഞങ്ങൾ വീടുണ്ടാക്കണം, ഞങ്ങൾ കണ്ടിട്ട് പോവാം. അങ്ങനെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞില്ല, പകുതി പണി പോലും കഴിഞ്ഞിട്ടില്ല. ഇത് പിന്നെ അടുത്ത എപ്പിസോഡിൽ നിന്നിട്ട് ചെയ്ത് തീർക്കാം, കാരണം ഇപ്പോൾ സമയമില്ലേ, സമയം രാത്രി കുറേ ആയിക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് ഫസ്റ്റ് നിലയാണിത്. നമ്മൾ ഈ അടിയിലൊക്കെ റീപ്ലേസ് ചെയ്യണം, എന്നിട്ട് വുഡ് വെക്കണം. അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ റൂം വെച്ചാൽ ഒരു ഹാൾ പോലെ ഇവിടെ നമുക്ക് ചെറിയൊരു ഫാം ഉണ്ടാക്കാം, വീറ്റ് ഫാം. ഇവിടെ ചെറിയൊരു ബെഡ്റൂം, ഇവിടെ സാധനങ്ങളിട്ട. ഇവിടെ പിന്നെ എന്തുണ്ടാക്കാന്നൊരു ഐഡിയ ഇല്ല. എവിടെയൊക്കെ ഈ ഗ്യാപ്പിൽ കൂടെ മുകളിൽ കയറാനുള്ള കോണിപ്പടി. ഞാനിപ്പോൾ ഉദ്ദേശിച്ചല്ല, ഈ റൂമിൽ എന്തുണ്ടാക്കാന്നൊക്കെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ എന്തുണ്ടാക്കേണ്ടിയെന്ന്. ഈ വീടിൻ്റെ പണി ഇത്രേ ഉള്ളൂ, നാളെ ചെയ്യാം. ഇനി വേറെ ഇപ്പം എന്ത് പണിയുള്ളത്? നമുക്ക് വെറുതെ ഔട്ട് പോസ്റ്റ് പോയി വെക്കാലോ. എൻ്റെ ആർമറാണ്, ആരും ഷീൽഡൊക്കെ ഉണ്ടല്ലോ. അതെവിടെയിരുന്നൊരു ഐഡിയ കിട്ടില്ല. നീ പോണാ ഇവിടെ അടുത്ത് വല്ല വില്ലേജ് ഉണ്ടാകും കേട്ടോ. ഞാൻ വില്ലേജ് കിട്ടുന്നവരെ എല്ലാ വീടുടെ അവസാനം ഞാൻ എക്സ്പ്ലോറിന് പോകും. ഇതതിലിരിക്കേണ്ടത്. ഇവിടെ ചിക്കൻ കത്തിക്കഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഈ 2 മട്ടന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു നായ വന്നിട്ട് എന്നെ കൊല്ലുണ്ടായിരുന്നു, അതാണ് ഇരിക്കണത്. അത് പിന്നെ വീടുണ്ടാക്കണ സമയത്ത് വീട് ചെറുതായിട്ടൊന്ന് കട്ടായി കാണും, അതിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ്.
ഇപ്പോൾ ഒരു 50% ആയി തോന്നുന്നു. 50% എളുപ്പണ്ട് ഊരിയതാ. അപ്പത്തെ ഞാൻ കുറച്ച് ഇതൊക്കെ ചെയ്ത് പണി. നമ്മൾ ഈ വേൾഡ് കളിക്കാൻ പറഞ്ഞിട്ട് 9 ദിവസമായിട്ടുള്ളൂ അല്ലേ? 9 ദിവസമായോ? നമുക്ക് അറിയില്ല. ഔട്ട് പോസ്റ്റ് ഞാൻ എവിടേക്ക കണ്ട്? അവിടേക്ക് തന്നെ നേരെ അങ്ങാണ്ട് പോയിരുന്നു. അയ്യോ, വേഗം നിർത്താം നമുക്ക്. നല്ല ലെങ്തായി തോന്നുന്നു. ഔട്ട് പോസ്റ്റ് കാണിപ്പോൾ പോണ ഒന്നിന് സമയം അവിടെ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് പോകേണ്ടിയിരിക്കേണ്ടത്. ഞാൻ അടുത്ത തവണ ആകുമ്പോഴത്തേക്കും കുറച്ച് ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കാൻ നോക്കട്ടെ. വീട്ടിൽ എത്തിയിട്ട് നിർത്താം. പോടൂ. ഓക്കെ, ഞാൻ വീട്ടിൽ എത്തേണ്ട ചിലപ്പോൾ എന്തായി ഒന്നായിട്ടില്ല. അപ്പോൾ ഇന്നത്തോടെ ഇത്ര ഉള്ളൂ. പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞപ്പോൾ സംശയം തോന്നുന്നു. സ്വിച്ച് ഓഫ് ആണെങ്കിൽ പിന്നെ മെസ്സേജ് വരില്ലെന്ന്. കാരണം ഞാൻ DND ഓൺ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മെസ്സേജ് വരുന്നൊന്നും കണ്ടില്ല. അപ്പോൾ ഇന്നത്തോടെ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.